ആവശ്യപ്പെട്ടുള്ള ബിജെപി എംപിമാരുടെ ബഹളത്തിനിടയിൽ അദ്വാനിയുടെ പ്രസംഗം ഭരണപക്ഷ അംഗങ്ങൾ തടസ്സപ്പെടുത്തി. പാർലമെന്റിന്റെ വർഷകാല പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം അവസാനിച്ചു. വോട്ടിന് പോയ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബിജെപി പാർലമെന്റിന്റെ ഇരുസഭകളിലും തുടർന്ന് ഇരുസഭകൾ സഭ പുനരാരംഭിച്ചപ്പോൾ LK അദ്വാനിക്ക് സംസാരിക്കാൻ അവസരം നൽകിയെങ്കിലും പുറത്തുകൊണ്ടുവന്ന BJP ജയിലിലടച്ചതും നിർദ്ദേശിച്ചത് താനാണെന്നും LK അദ്വാനി പറഞ്ഞു. ഇതിന് തന്നെ അറസ്റ്റ് ചെയ്യാനും അദ്വാനി വെല്ലുവിളിച്ചു. ഇപ്പോഴാണ് ഓക്കെ വ്യവസായം നടത്തി കൊള്ളയടിച്ച് ഉണ്ടാക്കുന്ന കുളം പോലെ ഒച്ചമാമനെ ചോറിന്റെ അല്ല നമ്മളെ തന്തൂരിയൊക്കെ കഴിഞ്ഞു. ഇത്തരം അഴിമതിക്കെതിരായി പോരാടുന്നതിനെ ചാവിന്റെ നരമ്പടക്കം കാണും. തന്തൂരി നിൽക്കും. ദാഹം തീർക്കാൻ VS അച്യുതാനന്ദൻ ആരിൽ നിന്നെങ്കിലും പണം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KP മജീദ് പറഞ്ഞു. പാർട്ടിയുടെ പരമോന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് പാർട്ടി അറിയാതെ പണം പിരിക്കാനാകുമോ എന്ന് CPM വ്യക്തമാക്കണം. പ്രായം കൂടുമ്പോഴുണ്ടാകുന്ന മനോവിഭ്രാന്തിയാണ് VSന്. എത്ര ശ്രമിച്ചാലും കുഞ്ഞാലിക്കുട്ടിയെയും ഉമ്മൻചാണ്ടിയെയും കേസിൽ കൊടുക്കാനാകില്ലെന്നും KP മജീദ് മലപ്പുറത്ത് പറഞ്ഞു. സവാളയുടെ കയറ്റുമതി കേന്ദ്ര സർക്കാർ നിരോധിച്ചു. വിപണിയിൽ വില ഉയർന്നതിനെ തുടർന്നാണ് നിരോധനം. കേന്ദ്ര ധനമന്ത്രി പ്രണബ് മുഖർജി ഉൾപ്പെട്ട ഉന്നതാധികാര സമിതിയാണ് തീരുമാനമെടുത്തത്. അതേസമയം 4 വർഷമായി തുടരുന്ന ഗോതമ്പിന്റെയും ബസുമതി ഇതര അരിയുടെയും കയറ്റുമതി നിരോധനം കയറ്റുമതി 20 ലക്ഷം ടണ്ണായി പരിമിതപ്പെടുത്തിയിട്ടുണ്ടെന്ന് മന്ത്രി ആനന്ദ് ശർമ്മ പറഞ്ഞു. മലയാളികൾക്ക് നാളെ തിരുവോണം. ഓണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിന്റെ ഭാഗമായ ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കിലായിരുന്നു നാടും നഗരവും. 30 കർപ്പൂരം വരെ വാങ്ങി ഓണത്തിന്റെ ഭാഗമായി മാറുകയാണ് ഓരോ മനസ്സും. മാവേലി മന്നനെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് മലയാളികൾ. നാടും നഗരവും ഉത്രാടപ്പാച്ചിലിന്റെ തത്തർപ്പാടിൽ മതിമറന്നു കഴിഞ്ഞു. ഉത്രാടരാവിന്റെ നിലാവുമഴ പെയ്തു തുറന്നാൽ പിന്നെ തിരുവോണമായി. ഉത്രാടപ്പാച്ചിലിൽ ജനസാഗരമാണ്. വഴിവര വിപണന കേന്ദ്രങ്ങളിലേക്കും പ്രത്യേക ട്രെയിൻ